can fool all of the people some of the time and some of the people all of the time. ഞാനതൊന്ന് പറയാം. ഇതിന്റെ ഒരു ഭാഗം കൂടി വരുന്നുണ്ട്. നിങ്ങൾക്ക് പലരെയും എല്ലാ സമയത്തേക്കും വിഡ്ഢികളാക്കാം, എല്ലാവരെയും കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ പല സമയത്തേക്കും വിഡ്ഢികളാക്കാം. പക്ഷെ യു കനോട്ട് ഫൂൾ ഓൾ ഓഫ് ദ പീപ്പിൾ ഓൾ ഓഫ് ദ ടൈം. പക്ഷെ നിങ്ങൾക്ക് എല്ലാവരെയും എല്ലായ്പ്പോഴും വിഡ്ഢികളാക്കാൻ പറ്റില്ല. അതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു ക്ലോസ് ആഡ് ചെയ്ത് ചേർക്കണം. എക്സെപ്റ്റ് ഇഫ് യു ആർ നോട്ട് ഇൻ കോൺഗ്രസ്. അല്ലാതെ ഓൾറെഡി വിചാരണയിലേക്ക് വിധേയനാകേണ്ടുന്ന ആളെ കേരള പൊതുസമൂഹം ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു. പക്ഷെ അപ്പോഴും കാണാൻ പറയത്തിരിക്കുന്ന ചില മാലിന്യങ്ങളുണ്ട്. അവരെ നമുക്ക് എക്സ്പോസ് ചെയ്തേ പറ്റൂ. അത് വളരെ കൃത്യമായി ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ മാലിന്യം 3-4 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇത്തരം കാര്യങ്ങളിൽ സീരിയൽ സെക്ഷൽ ഒഫൻഡർ എന്നുള്ള രീതിയിൽ, ഒരു പ്രിഡേറ്റർ എന്നുള്ള രീതിയിൽ, ഇരകൾക്ക് മേൽ ചാടി വീഴുന്ന ഒരാൾ എന്നുള്ള രീതിയിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ സെക്ഷൽ ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അന്നത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിന് രേഖാമൂലം എന്തെങ്കിലുമൊക്കെ പരാതികൾ കിട്ടിയിരുന്നോ? അതായത് 2 വർഷം മുന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ നോമിനിയാക്കി ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു ഒരു പുകമറ എന്നുള്ള രീതിയിൽ, അതിലെ കഥകളൊന്നും ഞാനിവിടെ ചർച്ചയ്ക്ക് വെക്കുന്നില്ല. വ്യാജ വോട്ടർ ഐ ഡി എങ്ങനെ ഉണ്ടാക്കിയ, വ്യാജ വോട്ടുകൾ എങ്ങനെയാണ് യുവമോർച്ചക്കാരുടെ വോട്ടുകൾ കൊണ്ട് ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്താൽ മതി. അപ്പൊ അതിന്റെ മെറിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ തന്റെ നോമിനിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വേണമെന്ന് ഷാഫി നിർബന്ധം പിടിക്കാൻ രാഹുലിന്റെ ഈ അസാമാന്യ കഴിവാണോ ഷാഫി തെരഞ്ഞെടുക്കാൻ, അതായത് തന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കാൻ കാരണമെന്ന് വ്യക്തമാക്കണം. രാഹുലിന്റെ ഈ അസാമാന്യ പെർഫോമൻസ് ഷാഫിക്ക് മുന്നേ അറിയാമായിരുന്നു എങ്കിൽ അതിന്റെ പേരിൽ അന്നത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിന് സംഘടനയ്ക്കകത്ത് നിന്നുള്ള യൂത്ത് കോൺഗ്രസുകാരുടെയും KSUക്കാരുടെയും ഒക്കെ എന്തെങ്കിലുമൊക്കെ പരാതി ലഭിച്ചിരുന്നോ? ചിലപ്പോൾ ഓറലായിട്ടായിരിക്കാം, ചിലപ്പോൾ എഴുത്തായിട്ടായിരിക്കാം. ലഭിച്ചിരുന്നോ എന്ന് വ്യക്തമാക്കിയാൽ മാത്രം മതി. ഇനി ഇല്ല എന്ന് പറയാനാണെങ്കിൽ ലഭിച്ചിരുന്നതിന്റെ കഥകൾ പറയാൻ ഞാൻ ഒന്നുകൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. അപ്പോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി തനിക്ക് ശേഷം അരിയിട്ട് വാഴിക്കാൻ ഈ ഒരാൾ മാത്രമാണ് ആ പ്രസ്ഥാനത്തിലുള്ളൂ എന്ന് ഷാഫി തെരഞ്ഞെടുത്തത് ഏത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ? എന്തായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അസാമാന്യമായ പെർഫോമൻസ്? അൺനാച്ചുറൽ എന്ന് ഞാൻ പറയുന്നില്ല, സൂപ്പർ നാച്ചുറൽ എന്ന് വേണമെങ്കിൽ പറയാം. സൂപ്പർ നാച്ചുറൽ എന്നതായിരിക്കാം കുറച്ച് നല്ല വാക്കുന്നത്. വിചാരണ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുലിൽ അവസാനിക്കില്ല. അത് ഷാഫി പറമ്പിലേക്ക് കൂടി തുടരേണ്ടി വരും. അത് പ്രതിപക്ഷ നേതാവിലേക്കും കൂടി പടരേണ്ടി വരും എന്നുള്ളത് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് കഴിഞ്ഞ 24 മണിക്കൂർ അല്ലെങ്കിൽ 36 മണിക്കൂറിലെ സംഭവവികാസങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ആ സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയങ്ങളെ, ഈ ഒരു യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പോയി എന്നുള്ളതിന്റെ കാരണം കൊണ്ടും, അല്ലെങ്കിൽ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ഭാഗമായിട്ട് ഒരു പരാതി ലഭിക്കുന്നതുവരെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ തുടരും എന്നുള്ളതിന്റെ അഹങ്കാരത്തിന്റെ പേരിലൊക്കെ എത്ര മണിക്കൂറുകൾ നീട്ടിയെടുക്കും എന്നുള്ളത് മാത്രമേ നമുക്ക് കാണാനുള്ളൂ. ഇപ്പോൾ KPCC പ്രസിഡന്റ് പറയുന്നത് പഴയ പരാതിയല്ലേ, എങ്ങനെ നടപടിയെടുക്കാനാണ് എന്നാണ്. പഴയ പരാതിയല്ലേ, അതായത് ഞാൻ പ്രസിഡന്റ് ആയപ്പോഴുള്ള പരാതിയല്ലല്ലോ, മുൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നപ്പോഴുള്ള പരാതിയല്ലേ, ഞാൻ എങ്ങനെ നടപടിയെടുക്കാനാണ്? ഈ കേസ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് ഓർമ്മയുണ്ടോ ഇല്ലേ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. ഇങ്ങനെ ഒരു മറുപടി ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട്, യൂത്ത് കോൺഗ്രസിലെ തന്നെ ഒരു പെൺകുട്ടിയോട്, ആ പെൺകുട്ടി ആ കേസ് ആ പ്രസ്ഥാനത്തിനകത്ത് തന്നെ ചർച്ച ചെയ്യാനും പരിഹരിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് എന്നുള്ളതുകൊണ്ടും, ആ കുട്ടിയുടെ കൺസെന്റ് ഇല്ലാത്തതുകൊണ്ട് അവരുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇവിടെ അത് പറയാത്തത്. പക്ഷെ ഇദ്ദേഹം അങ്ങനെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിലാണ് ഗുരുതരമായ മറ്റൊരു കാര്യം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടത്. ഈ പറയുന്ന പരാതികളുടെ പാർട്ടിക്കകത്ത് ലഭിച്ചിട്ടില്ല എന്നും അത് ലഭിച്ചാൽ അപ്പം ഞങ്ങൾ നടപടിയെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും സംഘടനയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയും ഒക്കെ പറയുമ്പോൾ, പണ്ട് KPCC പ്രസിഡന്റായിരുന്ന ശ്രീ K സുധാകരന് കിട്ടിയ പരാതികളൊക്കെ ഇപ്പോഴും KPCC ഓഫീസിലുണ്ടോ അതോ കത്തിച്ചു കളഞ്ഞോ എന്ന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഒന്ന് വ്യക്തമാക്കണം. കോൺഗ്രസിന്റെ ഒരു അധ്യാപക സംഘടനയുണ്ട് KPSTA. ആ KPSTയിലെ വനിതാ അധ്യാപകർ ഈ മാലിന്യത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ? ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. വളരെ കൃത്യമായി പാർശ്വവൽക്കപ്പെടുന്ന, തേർഡ് ജെൻഡർ എന്നുള്ള രീതിയിലേക്കൊക്കെ മാറ്റി നിർത്തപ്പെടുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ്. ആ ട്രാൻസ്ജെൻഡർ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകൾ എത്ര തവണ എത്ര പേരോട് പരാതി പറഞ്ഞിട്ടുണ്ട്? ഒരു MP-യുടെ കഴിഞ്ഞ ടേമിൽ MP ആയിരുന്ന ഒരാളുടെ കുടുംബത്തിൽ തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും പരാതികൾ ഉയർന്നിട്ടുണ്ടോ? ഇതൊക്കെ മാറ്റിവെച്ചാലും ഈ മാന്യദേഹത്തിന്റെ JNU കാലഘട്ടത്തിൽ ഡൽഹിയിൽ സംഭവിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ
ഡൽഹിയിൽ ലഭിച്ച പരാതികൾ എന്താണ് ചെയ്തത്, അതൊക്കെ കിട്ടിയിട്ടില്ല എന്ന് ഇപ്പോഴും സമർത്ഥിച്ചു നിൽക്കാനാണോ താല്പര്യം? കാരണം ഇതൊക്കെ പുറത്തേക്ക് വരും. അഹങ്കാരത്തിന്റെ ആൾരൂപമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു യുവ നേതാവ് എന്ന് വിളിക്കാൻ പറ്റില്ല. ആ വ്യക്തി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെയൊക്കെ ഇതിനിരയായി പോകേണ്ടി വന്നവരൊക്കെ കേട്ടു നിൽക്കുകയും അവരതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്നതിന്റെയൊക്കെയാണ് നമ്മളിപ്പോ കണ്ടിരിക്കുന്ന അത്രയും എപ്പിസോഡുകൾ. ഇനി കാണാനിരിക്കുന്ന എപ്പിസോഡുകളിൽ JNU കാലഘട്ടം മുതൽ ഇങ്ങോട്ടേക്കുള്ളത് പരിശോധിക്കപ്പെടേണ്ടി വരും. ബഹുമാനപ്പെട്ട പാലക്കാടിന്റെ മുൻ MLA-യും ഇപ്പോഴത്തെ വടകരയുടെ MP-യുമായിട്ടുള്ള ശ്രീ ഷാഫി പറമ്പിലും ശ്രീ VD സതീശൻ, കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെയും പ്രതിപക്ഷ നേതാക്കൾ ശ്രീ VD സതീശനും ഈ പറയുന്ന മാലിന്യവും തമ്മിലുള്ള കൂട്ടുകച്ചവടം പൊട്ടിയോ അതോ വിജയിച്ചോ, അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ കൂട്ടുകച്ചവടം, നിങ്ങളുടെ ആ കൂട്ടുകൃഷി ലാഭമായിരുന്നോ അതോ നഷ്ടമായിരുന്നോ? നഷ്ടം ഒരാൾ മാത്രം സഹിച്ചാൽ മതി എന്നുള്ളതാണോ നിങ്ങളുടെ ബിസിനസ്സിലെ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ധാരണ? ഇതൊക്കെ ഞങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. അതോ ഈ ബിസിനസ്സിൽ നിങ്ങൾ പങ്കാളികളല്ല എന്ന് പൊതുസമൂഹത്തോട് പറയാനാണോ ആഗ്രഹിക്കുന്നത്? കർമ്മം എന്നുള്ളൊരു വാക്കുണ്ട് മലയാളത്തിൽ, ഇവിടെ പാലക്കാട് രണ്ടു തരത്തിലുണ്ട്. കർമ്മം മാത്രമല്ല, കർമ്മം അല്ലേ, കർമ്മം എന്ന് പറയുന്നത് ചില കർമ്മങ്ങളെ വേറേണ്ടി വന്നിരിക്കുന്ന പാലക്കാടിന്റെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കി. അല്ലേ കർമ്മം എന്ന് പറയില്ല നമ്മള്. ഈ കർമ്മത്തിനെ കൊണ്ടൊക്കെ നമ്മള് ഇനിയിട്ട് വരട്ടെ, പടുവല്ലുള്ളത് പാലക്കാട് സ്വീകരണം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്വീകരണം പ്ലാൻ ചെയ്തിട്ടില്ലേ? മറ്റേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിരോധം തീർക്കുന്നേ DYFIയുടെ സ്വീകരണത്തിന്.